സാധാരണ നമ്മുടെ എല്ലിൻ്റെ ബലം നമ്മൾ എത്രത്തോളം എക്സർസൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഇരിക്കുക. പ്രത്യേകിച്ചും കുട്ടിക്കാലത്ത് ഓടിച്ചാടി കളിക്കുക, ആ സമയത്ത് ലങ് ഫങ്ഷൻ വളരെ വ്യത്യാസം വരും. വൈറ്റൽ കപ്പാസിറ്റി കൂടും, ബോൺ സ്ട്രെങ്ത് നന്നായിട്ട് കൂടും. അങ്ങനെ ഒരു 30 വയസ്സ് വരെ നമുക്ക് ബോൺ സ്ട്രെങ്ത് കൂടുതലായിട്ട് വരും. അതിനായിട്ട് കായികാധ്വാനത്തോടൊപ്പം പോഷകാംശങ്ങളും ആവശ്യമാണ്. അപ്പോൾ അതിനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് കാൽസ്യം സപ്ലിമെൻറ്റേഷൻ, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയും കാൽസ്യവും സപ്ലിമെൻറ്റ് ചെയ്യാം. കൂടാതെ പല ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡിയും കാൽസ്യവും കിട്ടും. മുട്ട, അല്ലെങ്കിൽ എള്ള്, പിന്നെ മാംസാഹാരം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആഹാര വസ്തുക്കളിൽ നിന്ന് നമുക്ക് കാൽസ്യവും വൈറ്റമിൻ ഡിയും കിട്ടും. വൈറ്റമിൻ ഡി പലപ്പോഴും നമുക്ക് വെയിലിൽ നിന്ന് കിട്ടുമെന്നെങ്കിലും 11 മണി തൊട്ട് 3 മണി വരെയുള്ള വെയിലാണ് കൊള്ളേണ്ടത്, അൾട്രാ വയലറ്റ് ബി റൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സമയത്ത് ഈ അത്യുഗ്ര ചൂടിൽ പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന UV ലൈറ്റും അതുമൂലം ഉണ്ടാകാവുന്ന സ്കിൻ ക്യാൻസറോ സ്ഥിരമായി ചെയ്താൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും ബാക്കിയുള്ളത് നമുക്ക് വൈറ്റമിൻ ഡി കാൽസ്യം സപ്ലിമെൻറ്റേഷനിലൂടെയും സ്ഥിര വ്യായാമത്തിലൂടെയും നട്ടെല്ലിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാം.